ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം IB ഉദ്യോഗസ്ഥയായ മേഘയുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്നാൽ ആ മരണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മേഘയുടെ മരണത്തിന് കാരണക്കാരനായ ആ IB ഉദ്യോഗസ്ഥൻ ആരെന്നായിരുന്നു എല്ലാവരും ആദ്യമായി അന്വേഷിച്ചത്. അദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുകയാണ്. മലപ്പുറം സ്വദേശിയായ സുഗാന്ത് സുരേഷ് ആണ് മേഘയുടെ മരണത്തിന് ഉത്തരവാദി. അദ്ദേഹവും എറണാകുളത്ത് IB ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇവർ തമ്മിൽ ഒരു ക്യാമ്പിൽ വെച്ച് പരിചയപ്പെടുകയും പിന്നീട് പ്രണയത്തിലാവുകയുമായിരുന്നു ചെയ്തത്. മലപ്പുറംകാരനായ സുഗാന്തിന് എറണാകുളത്ത് പോസ്റ്റിങ്ങും മേഘയ്ക്ക് ട്രിവാൻഡ്രത്തുമായിരുന്നു പോസ്റ്റിംഗ്. രണ്ടുപേരും തമ്മിൽ കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിരുന്നു. മേഘയുടെ പിതാവ് ക്യാമ്പിന് ശേഷം മേഘയ്ക്ക് വാങ്ങി നൽകിയ കാറിലായിരുന്നു സഞ്ചാരം. എന്നാൽ ഇത് പിതാവിന്റെ കണ്ണിൽ പെടാനിടയുണ്ടായി. കാറ് എറണാകുളത്ത് ടോൾ പ്ലാസ കടക്കവേ പിതാവിന്റെ ഫോണിൽ വന്ന മെസ്സേജാണ് ഇതിന് വഴിത്തിരിവുണ്ടായത്. അങ്ങനെയാണ് മേഘയും സുഗാന്തും തമ്മിലുള്ള ബന്ധം പിതാവ് തിരിച്ചറിയുന്നത്. അവർ തമ്മിലുള്ള പ്രണയബന്ധം തിരിച്ചറിഞ്ഞതോടെ കല്യാണം ആലോചിക്കാമെന്നും മുന്നോട്ട് കാര്യങ്ങൾ നീക്കാമെന്നും മേഘ പിതാവിനോട് പറഞ്ഞു. ചെറുപ്രായമല്ലേ, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചെങ്കിലും മേഘയുടെ നിർബന്ധം മൂലം അവർ കല്യാണം ആലോചിക്കുകയായിരുന്നു. കല്യാണാലോചനയുമായി സുഗാന്തിന്റെ വീട്ടിൽ ചെന്നു. എന്നാൽ സുഗാന്ത് ആ ബന്ധത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി. എന്നാൽ ഈ ഒഴിഞ്ഞുമാറ്റത്തിന് മുന്നായി പലതവണ പലയിടങ്ങളിൽ വെച്ചും മേഘയും സുഗാന്തും കണ്ടുമുട്ടിയിരുന്നു. അതിന് തെളിവുകൾ ഉണ്ടെന്നും ടിക്കറ്റുകളുടെ ഡീറ്റെയിൽസ് ഉണ്ടെന്നും മേഘയുടെ അച്ഛൻ പറയുകയുണ്ടായി. മേഘയുടെ കാമുകൻ സുഗാന്ത് ആണെന്ന് വെളിപ്പെടുത്തുന്ന വാർത്ത നമുക്കൊന്ന് കണ്ടു നോക്കാം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ IB ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശിക്കെതിരെ ആരോപണവുമായി മേഘയുടെ പിതാവ്. എടപ്പാൾ സ്വദേശി സുഗാന്ത് സുരേഷിനെതിരെയാണ് ആരോപണം. മകളെ ഉദ്യോഗസ്ഥൻ സാമ്പത്തികമായി ചൂഷണം ചെയ്തു എന്ന് പിതാവ് മധുസൂദനൻ പറയുന്നു. ഫെബ്രുവരിയിലെ ശമ്പളം അടക്കം അയാളുടെ അക്കൗണ്ടിലേക്ക് മാറ്റി. മരിക്കുമ്പോൾ മകളുടെ അക്കൗണ്ടിൽ 80 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും പിതാവ് പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ എടപ്പാൾ എന്ന സ്ഥലത്തുള്ള സുഗാന്ത് സുരേഷ് എന്ന ആളാണ് ഈ കൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് പരിശോധിച്ചിരുന്നു. അവനെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്തതായിട്ട് കണ്ടു. കിട്ടുന്ന പൈസയൊക്കെ അവനതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തതായിട്ടാണ് അതിൽ നിന്ന് വെളിവാകുന്നത്. ഫെബ്രുവരി 28 കിട്ടിയ ശമ്പളം പോലും, അവസാനം കിട്ടിയ ശമ്പളം പോലും അവൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടിൽ അപ്പോൾ 80 രൂപയാണ് അവശേഷിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ആ വാർത്ത. ഈ വാർത്തയില് മേഘയുടെ അച്ഛൻ തന്നെ കൺഫേം ചെയ്യുന്നുണ്ട് സുഗാന്ത് സുരേഷ് ആണ് മേഘയെ പ്രേമിച്ചിരുന്ന കാമുകനെന്ന്. മാത്രമല്ല, മേഘയ്ക്ക് കിട്ടിയിരുന്ന ശമ്പളം മുഴുവൻ അയാളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു. മേഘയുടെ അക്കൗണ്ടിലേക്ക് ശമ്പളം ക്രെഡിറ്റ് ആയ ഉടനെ തന്നെ തൊട്ടടുത്ത നിമിഷത്തിൽ ഈ സുഗാന്ത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയിരുന്നു. പിന്നീട് മേഘയ്ക്ക് ചിലവിനായിട്ട് തുച്ഛമായിട്ട് 50, 100 എന്നീ കണക്കുകളിലാണ് പൈസ കൊടുത്തിരുന്നത്. മരിക്കുമ്പോൾ ബാങ്കിൽ വെറും 80 രൂപയാണ് ഉണ്ടായിരുന്നത്. 8-9 മാസമായിട്ട് നടക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. അതായത് ക്യാമ്പ് എല്ലാം കഴിഞ്ഞ ശേഷം കഴിഞ്ഞ മാർച്ച് തൊട്ടുള്ള കാര്യങ്ങളാണ്. മാർച്ച് തൊട്ട് മേഘയ്ക്ക് കിട്ടിയിരുന്ന ശമ്പളം മുഴുവൻ ഈ സുഗാന്താണ് കൈപ്പറ്റിയിരുന്നത്. മേഘയിൽ നിന്നും പലതും പറഞ്ഞ് എല്ലാ മാസവും മുഴുവൻ ശമ്പളവും സുഗാന്ത് മേഘയിൽ നിന്ന് വാങ്ങിച്ചെടുത്തിരുന്നു. പിന്നീട് മേഘയുടെ ആവശ്യങ്ങൾക്കായി 50 രൂപ, 100 രൂപ, ഫുഡിനായിട്ട് 50 അല്ലെ 100, എന്ത് ആവശ്യത്തിനാണെങ്കിലും ഹോസ്റ്റൽ ഫീസ് വരെ കൊടുക്കാനായിട്ട് സുഗാന്തിന്റെ കാല് പിടിക്കേണ്ട അവസ്ഥയായിരുന്നു മേഘയ്ക്കുണ്ടായിരുന്നത്. പിന്നീട് അവന്റെ ഔദാര്യത്തിലാണ് മേഘ ജീവിച്ചിരുന്നത്. ഫുഡ് കഴിക്കാൻ പോലും അവന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കേണ്ട അവസ്ഥയാണ് മേഘയ്ക്കുണ്ടായിരുന്നത്. പലപ്പോഴും ഫുഡ് കഴിക്കാൻ കൂടെയുള്ള ഉദ്യോഗസ്ഥർ വിളിക്കുമ്പോഴും തന്റെ കയ്യിൽ കാശില്ലെന്നാണ് മേഘ പറഞ്ഞിരുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ഇടയ്ക്കുണ്ടായ മേഘയുടെ ബർത്ത്ഡേക്ക് സെലിബ്രേഷന് ട്രീറ്റ് തരണമെന്ന് സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടപ്പോൾ തന്റെ കയ്യിൽ പൈസ ഇല്ലെന്നും മേഘ അവരോട് പറയുകയുണ്ടായി. അതിനാൽ സുഹൃത്തുക്കൾ തന്നെ പൈസ കൂട്ടിയിട്ട് അവരൊരു കേക്ക് വാങ്ങിച്ച് മേഘയുടെ ബർത്ത്ഡേക്ക് മുറിക്കുകയായിരുന്നു. പണമെല്ലാം എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വീട്ടിലേക്ക് അയച്ചു എന്നാണ് മേഘ മറുപടി നൽകിയത്. എന്നാൽ വീട്ടിലേക്ക് ഒന്നും തന്നെ തന്നിട്ടില്ലെന്നും അതിന്റെ ആവശ്യം അച്ഛനും അമ്മയ്ക്കും ഇല്ലെന്നും അച്ഛൻ വെളിപ്പെടുത്തുന്നുണ്ട്. രണ്ടുപേരും ഉദ്യോഗസ്ഥരാണ്, ശമ്പളം കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥരാണ്. മേഘയുടെ ശമ്പളം മേഘ തന്നെയാണ് സൂക്ഷിച്ചിരുന്നതെന്നും അച്ഛൻ പറയുന്നു. നമുക്ക് അതിനെക്കുറിച്ചുള്ള വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കാം. പണം വരെ വാങ്ങിയിരുന്നു എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ ആരോപിക്കുന്നത്. മേഘയുടെ അമ്മാവന ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് നിങ്ങൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സൂചനയൊക്കെ? അതായത് ഈ മരണത്തിന് മുമ്പ് നമ്മൾ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ ഈ മരണശേഷമാണ് ഞങ്ങൾ ഇത് റിലീസായി വരുന്നതേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഒരു വ്യക്തിയിലേക്ക് ആരോപണം കൊണ്ടുപോകത്തക്ക രീതിയിൽ വന്നത് ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലാണ്. അപ്പം ബാങ്ക് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചതിൻ്റെ കൂട്ട് ഒരു പ്രണയം ഉണ്ടായിരുന്നു. അത് സുഗാന്ത് സുരേഷ് എടപ്പാൾ സ്വദേശിയാണ്. അദ്ദേഹം IB ജോലിക്കാരനാണ്, നെടുമ്പാശ്ശേരി. അദ്ദേഹമായിട്ട് 5-8 മാസത്തിന് മുമ്പുണ്ടായൊരു പ്രണയമാണ് ഈ
പിന്നെ ആത്മഹത്യ അല്ലെങ്കിൽ അവിടെ മരണത്തിലേക്ക് കലാശിച്ചത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്ക് ഇദ്ദേഹത്തിലേക്ക് എത്താൻ ഒരു തെളിവ് ഞങ്ങളുടെ കൈവശം ഇല്ലായിരുന്നു. ഓൾറെഡി അവിടെ പോയിട്ടുണ്ട്. അതൊക്കെ പോലീസിൻ്റെ IVD ഒക്കെ നിരീക്ഷണത്തിലാണ്. കൂടാതെ ഇപ്പം ഞങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. അപ്പോഴാണ് ഞങ്ങൾ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞത്. കാരണം അവിടെ 8-9 മാസം കൊണ്ട് ഈ പൈസകൾ അവൾ ജോലി ചെയ്യുന്ന പൈസകളെല്ലാം കൈപ്പറ്റിയിരിക്കുന്ന അവനാണ്. അതായത് ഇവിടെ അക്കൗണ്ടിലേക്ക് വരുന്നു, നേരെ അവൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ പോകുന്നു, സുഗാന്ത് സുരേഷിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ പോകുന്നു. അപ്പോൾ ലാസ്റ്റ് പരിശോധിച്ചപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഫുള്ളിരുന്നാണ് ഇത് മൊത്തം പരിശോധിച്ചത്. ഏകദേശം 90 പേജ് അങ്ങോട്ട് ഉണ്ടായിരുന്നു. അത് മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് കോപ്പി എടുത്തു. അപ്പോൾ അത്രയും എടുത്ത് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സുഗാന്ത് സുരേഷ് അതായത് ഈ നമ്മൾ പ്രസൻ്റിലി ഈ 3 മാസം ഇത് മാർച്ചല്ലേ, മാർച്ച് മുതൽ അങ്ങോട്ട് ഒരു 3-4 മാസത്തെ ഫുൾ ശമ്പളം വരുന്ന ദിവസം തന്നെ ആ സെക്കൻഡിൽ തന്നെ അവൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുകയാണ്. അവൻ പിന്നെ ഒരു പിച്ചക്കാശ് കൊടുക്കുന്നതിൻ്റെ കൂട്ട് കുട്ടിക്ക് ഒരു 50, 1000, 500, 5000 ഹോസ്റ്റൽ ഫീസ് വരെ അവിടെ പൈസ തന്നെ ഇവക്ക് അയച്ചു കൊടുത്തിട്ട് ഹോസ്റ്റലിൽ കൊടുക്കുക. അതായത് അവളെ ആ ഒരു ശിക്ഷ പോലെ, നമ്മളൊരു ജയിൽ ശിക്ഷ പോണക്ക് കുറേശ്ശെ പൈസ കൊടുത്ത് അവൾക്ക് നല്ലപോലെ ഫുഡ് കഴിക്കാൻ പൈസ ഇല്ലെന്ന്. ഇത് മറുനാടൻ മലയാളി എക്സ്ക്ലൂസീവില് വന്ന വാർത്തയാണ്. നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഫുൾ വീഡിയോ കാണണമെങ്കിൽ ആ ചാനലിൽ പോയി നോക്കാം. അപ്പം ഇതിൽ പറയുന്നത് മേഹയുടെ പൈസ മൊത്തം വാങ്ങിച്ചെടുത്തത് ആ സുഗാന്ത് സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്നിട്ട് അയാൾ കൊടുക്കുന്ന പിച്ചക്കാശ് പോലെയാണ് വാങ്ങിച്ച് മേഹയ്ക്ക് ഫുഡ് കഴിക്കാൻ പോലും പൈസ ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇതെല്ലാം പുറത്തു വന്നത് മേഹയുടെ സഞ്ചയനത്തിന് മേഹയുടെ കൂടെയുള്ള ഫ്രണ്ട്സും മറ്റ് ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരൊക്കെ വന്നപ്പോൾ അവരിലൂടെയാണ് ഈ വിവരങ്ങളെല്ലാം അച്ഛനും ചെറിയച്ഛനും അങ്ങനെയുള്ള എല്ലാവരും അറിയാനിടയായത്. മേഹ മരിക്കുന്നതിന് മുന്നുള്ള ദിവസങ്ങളിൽ മേഹ വളരെ മൂടിയായിട്ടാണ് കാണപ്പെട്ടതെന്നാണ് അവരുടെ കൂടെയുള്ള കൊലീഗ്സ് ഒക്കെ പറഞ്ഞിരുന്നത്. അപ്പം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സംസാരിച്ചപ്പോഴാണ് മേഹയുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നെന്നും അവർ ഫുഡ് കഴിക്കാൻ വിളിക്കുമ്പോൾ മേഹ പൈസ ഇല്ലാത്തത് കാരണം ഒഴിഞ്ഞു മാറുമായിരുന്നെന്നും മറ്റുള്ളവർ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡാണ് മേഹ വാങ്ങിച്ച് കഴിച്ചിരുന്നതും ഒക്കെ പറയപ്പെടുന്നുണ്ട്. സുഗാന്ത് സുരേഷ് എന്ന് പറയുന്ന വ്യക്തി മേഹയെ സാമ്പത്തികമായി ഒത്തിരി ചൂഷണം ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഇത് മാത്രമല്ല, മാനസികവും ശാരീരികവുമായിട്ടും മേഹയെ അയാൾ ഉപദ്രവിച്ചിട്ടുമുണ്ട്, ഒത്തിരി ബുദ്ധിമുട്ടിച്ചിട്ടുമുണ്ട്. ഡാനി സത്യൻ എന്ന യൂട്യൂബറാണ് ഈ വീഡിയോ പുറത്തുവിട്ടത്. നമുക്ക് ആ വീഡിയോയിൽ ഈ മേഹയുടെ കാമുകനായ സുഗാന്ത് സുരേഷിനെ കുറിച്ചിട്ട് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവർക്ക് ജോലി അവിടെ ഇന്റർവ്യൂ ചെയ്ത് വെച്ചാൽ അവിടെ ഇവനും ആ ജോലി തന്നെ, ഇവനെ അവിടെ മലപ്പുറത്ത് നിർത്തി, ഇവിടെ തിരുവനന്തപുരത്ത് അങ്ങനെ. അപ്പൊ ഇവനെ സ്നേഹിച്ചു, അവൻ വേറൊരു പെണ്ണിനെ സ്നേഹിച്ചു. ഇവൻ അന്നേരം രണ്ടാമത്തെ പെണ്ണാണ്. അന്നേരം അത് ഒരു വഴക്കിട്ടാ ഈ പെണ്ണ് മരിച്ചത്. പറഞ്ഞ മനസ്സിലായോ? അതാ പറഞ്ഞത്, മലപ്പുറംകാരനാണ് ഇവിടെ സ്നേഹിച്ചത്. അവള് പറഞ്ഞത് ചെറുക്കനും ഇപ്പൊ വേറൊരു പെണ്ണുമായിട്ട് സ്നേഹമാണ്. ഫോൺ ട്രേസ് ചെയ്തോ? ഇല്ല, ഫോൺ കിട്ടണ്ടായപ്പോ ബേബി അറിഞ്ഞപ്പോ അറിയാവുന്ന കാര്യങ്ങൾ. ഇവനുമായിട്ട് സ്നേഹമാണ്, അത് അറിയാവുന്ന സംസാരിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. സ്നേഹ ഓഫീസിൽ നിന്ന് രാത്രി പറഞ്ഞ് അവനുമായിട്ട് സംസാരിക്കുമ്പോൾ അവൻ വേറെ ഒരു പെണ്ണുമായിട്ട് സ്നേഹമാണ്. പക്ഷെ അത് ഈ പെണ്ണിനെ അറിയത്തില്ലായിരുന്നു. അത് ഞാൻ ഈ പെണ്ണിനോട് അത് പറഞ്ഞു, ഇനി നിന്നെ വേണ്ട, എനിക്ക് ഈ പെണ്ണിനെ മതിയെന്ന് പറഞ്ഞു. അന്നേരം ഈ പെണ്ണ് മരിച്ചത്. അപ്പൊ മനസ്സിലായോ? ഈ ചെറുക്കൻ ഈ പെണ്ണിനെ ഞാൻ സ്നേഹിച്ചോണ്ടിരുന്നത്. ഇവൻ എന്താ വിളിക്കുമ്പോ വേറൊരു പെണ്ണിനെ കൂടെ സ്നേഹിക്കുക. അപ്പൊ മലപ്പുറംകാരൻ അല്ല. ഇത് കേസിന്റെ ഡീറ്റെയിൽ അന്വേഷിച്ചോണ്ടിരിക്കുക. എനിക്ക് ചോദിക്കാനും പറ്റത്തില്ല, അല്ലെങ്കിൽ കറക്റ്റ് വിവരം വേണ്ട. കറക്റ്റ് വിവരമല്ലേ അവർ പറയുന്നത്. അതുപോലെ തന്നെ ഈ ചെറുക്കൻ വേറൊരു പെണ്ണിനെ സ്നേഹമാണ്, ഈ പെണ്ണിനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ പറഞ്ഞാൽ ഇവിടെ സ്നേഹിച്ചത്. പിന്നെ ഇവിടെ അല്ല വേറൊരുത്തെ സ്നേഹിക്കുന്നു. അന്നേരം അതറിഞ്ഞപ്പോ ഈ പെണ്ണിന് വിഷമമാണ്. ഓക്കെ, ഈ വീഡിയോ ഡാനി സത്യൻ എന്ന യൂട്യൂബറിന്റെ പേജിൽ നിങ്ങൾക്ക് ഫുൾ അവൈലബിൾ ആണ്. നിങ്ങൾ അത് കയറി കാണുക. ഓക്കെ, ഓൾറെഡി നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി കാണും. മേഹയെ പ്രേമിച്ചുകൊണ്ടിരുന്ന അതേ സമയം തന്നെ മറ്റൊരു സ്ത്രീയുമായും ഈ സുഗാന്തിന് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ മേഹയുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ നിന്നും സുഗാന്ത് പിന്മാറുകയും ആ മനോവിഷമത്തിലാണ് മേഹ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തതെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അവസാനമായി മേഹ സംസാരിച്ചത് സുഗാന്തിനോട് തന്നെയാണ്. അവസാനമായി സുഗാന്ത് മേഹയോട് പറഞ്ഞത് മേഹ തന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാകണമെന്നും തനിക്ക് മറ്റൊരു കുട്ടിയുമായി ബന്ധമുണ്ടെന്നുമായിരിക്കണം. അത് മേഘയെ വല്ലാതെ തളർത്തി കാണും. എല്ലാം മറന്ന് താൻ സ്നേഹിച്ചിട്ടും തനിക്കുള്ളതെല്ലാം നൽകിയിട്ടും തന്റെ മാതാപിതാക്കൾ പോലും അറിയാതെ തനിക്ക് കിട്ടിയിരുന്ന ശമ്പളം മൊത്തം സുഗാന്തിന് കൊടുത്തിട്ടും സുഗാന്ത് തന്നെ കൈയൊഴിഞ്ഞത് മേഘയ്ക്ക് ഒരിക്കലും സഹിക്കാൻ കഴിഞ്ഞു കാണില്ല. പെട്ടെന്നുണ്ടായ ആ മനോവിഷമത്തിലായിരിക്കണം മേഘ തന്റെ ജീവൻ ഒടുക്കിയത്. സുഗാന്തിനെ
ഇനി ജോലിയിൽ തുടരാൻ അനുവദിക്കരുതെന്നും പരമാവധി ശിക്ഷ തന്നെ സുഗാന്തിന് നൽകണമെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. മാത്രമല്ല, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. That's all for today. Thank you.